ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കറന്റ്ലി പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന ആക്സിഡന്റൽ അസാസിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാംഗോയാണ് നോക്കാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ ത്രില്ലിംഗ് മൊമെന്റ്സ് ഉള്ള ഒരു മാംഗോയാണ്. അപ്പൊ എല്ലാവരും ഇരുന്നിട്ട് ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് നോക്കാം. കഥയിലെ തുടക്കത്തിൽ തന്നെ നല്ല മഴയുള്ള ഒരു ദിവസം നമ്മളുടെ നായിക മെട്രോ കയറി പോകുന്ന ഒരു സീന് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. നല്ല മഴയും ഇടിയും കാറ്റും ഒക്കെ ഈ സീനിന് ഒരു ഗ്ലൂമിനെസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്ലൂമി ആയിട്ട് ഇരിക്കുന്ന നായികനെയാണ് ഫസ്റ്റ് തന്നെ നമുക്ക് കാണിച്ചു തരുന്നത്. തൻ്റെ ലൈഫിൽ ഒന്നും നടക്കുന്നില്ല, എന്നും രാവിലെ ഈ ട്രെയിൻ കയറിയിട്ട് ഒന്നും ചെയ്യാത്ത ഒരു ജോലിക്ക് പോവും, അവിടെ ആണെങ്കിൽ തനിക്ക് ഫ്രണ്ട്സ് ഇല്ല, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ് നായിക ഇരിക്കുന്നത്. നമ്മളുടെ നായികയാണെങ്കിലും വലിയ ഒരു പടുകൂറ്റൻ മൾട്ടിനാഷണൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവളാണെങ്കിൽ എന്നത്തെയും പോലെ നമ്മളുടെ സെക്യൂരിറ്റി ആയിട്ട് കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കമ്പനിയിലേക്ക് കയറാൻ പോകുന്നത്. ഇവർക്കാണെങ്കിൽ ഇവരുടെ ID കാർഡ് സ്കാൻ ചെയ്തിട്ട് വേണം അവരുടെ കമ്പനിയിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ ചെയ്ത് അവള് അങ്ങനെ കമ്പനിയിലേക്ക് കയറി പോവുകയാണ്. ഈ ഒരു ടൈമിലാണ് നായിക താൻ മറ്റു കുട്ടികളെ പോലെ എല്ലാ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരുന്നെന്നും ബാക്കിയുള്ള കുട്ടികൾ കളിക്കാൻ പോയിരുന്ന ടൈമിൽ എൻ്റെ അച്ഛൻ പല ടൈപ്പ് ട്രെയിനിങ്ങുകൾ തന്ന് പഠിപ്പിക്കുകയായിരുന്നു എന്ന് പറയുന്നത്. വളരെ ചെറുപ്പത്തിൽ എന്നെ ഏതൊക്കെ സാധനങ്ങളാണ് പോയിസണസ്, ഏതൊക്കെ സാധനങ്ങളാണ് പോയിസൺ അല്ല, അതുപോലെ തോക്ക് വെച്ചിട്ട് വെടിവെക്കാനൊക്കെ ഇവളെ അച്ഛൻ ചെറുപ്പത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ആദ്യമൊക്കെ അവള് വെടിവെക്കുമ്പം അത് പോയിട്ട് ടാർജറ്റിന് ഒരിക്കലും തട്ടാറുണ്ടായിരുന്നില്ല. അപ്പൊ അച്ഛൻ അവൾക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നതിന് പകരം നീ ഇത് എന്തായാലും ശരിയാക്കി എടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിനക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇത് ആലോചിച്ചിട്ട് നായിക ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. തനിക്ക് എന്താണ് മറ്റു കുട്ടികളുടെ പോലെ കളിക്കാൻ പോകാൻ പറ്റാത്തതെന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. ഓഫീസിൽ കയറിയ പാടെ ഉടനെ അവിടെ അവളുടെ കുറച്ച് കോവർക്കേഴ്സ് കൂടിയിട്ട് നമുക്ക് ഇന്ന് കോഫി കുടിക്കാൻ പോവാന്ന് പറയുന്നത് അവൾ കേട്ടു. ഞാനും കൂടി വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പെട്ടെന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ഇന്ന് ഞങ്ങൾ പോകുന്നില്ല, ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് ബിസി ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഇവളെ കൂടെ ഒന്നും എവിടെയും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുന്നുണ്ട്. ഓ അങ്ങനെയാണോ, എന്നാ പിന്നെ നോക്കാം എന്ന് പറഞ്ഞ് നമ്മളുടെ നായികയും ഒഴിഞ്ഞു മാറുന്നുണ്ട്. അവർക്ക് ഞാൻ അവരുടെ കൂടെ വരുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം അവൾക്ക് 100% ഉറപ്പായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് നമ്മളുടെ നായിക കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ആരോ വന്നിട്ട് അവളെ തലയിൽ തൊട്ടിട്ട് അവളെ ശ്രദ്ധ അങ്ങോട്ട് തിരിക്കുന്നത്. അത് വേറെ ആരും അല്ലായിരുന്നു, അവളുടെ ബോസും അവളുടെ ബെസ്റ്റ് ഫ്രണ്ടും ആയിട്ടുള്ള വെസ്ലി ആയിരുന്നു. വെസ്ലിയെ കാണുമ്പോൾ അവൾ ചെറുതായി ഒന്ന് ഷൈ ആവുന്നുണ്ട്, ബ്ലഷ് അടിക്കുന്നുണ്ട്. അവള് പതുക്കെ അവളുടെ മുടി ചെവിയുടെ ബാക്കോട്ട് തിരികിയിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. നിന്റെ വർക്കൊക്കെ എങ്ങനെ പോകുന്നു, എല്ലാ ഫയൽസും കമ്പ്യൂട്ടറിലേക്ക് കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ എന്നൊക്കെ വെസ്ലി ചോദിക്കുന്നുണ്ട് അവളുടെ അടുത്ത്. പെട്ടെന്നല്ല ബോംബ് പോലെ വെസ്ലി ഒരു ചോദ്യം, ഇന്ന് രാത്രി നീ ഫ്രീ ആണോ? ഈ ചോദ്യം കേട്ടതും നമ്മുടെ നായികയുടെ നെഞ്ചിതാ പടാന്ന് ഇടിക്കാൻ തുടങ്ങി. നായികക്കാണെങ്കിൽ പണ്ടേ വെസ്ലിനോട് വലിയൊരു ക്രഷ് ഉണ്ട്. എന്തിനാവും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുക, ഇന്ന് ഡേറ്റിന് കൊണ്ടുപോവാനാണോ? ഇങ്ങനെ ഒരു 100,000 തോട്ട്സ് നമ്മളുടെ നായികയുടെ തലയിൽ കൂടെ പോവാണ്. നായികയുടെ ഹെസിറ്റേഷൻ കണ്ടിട്ട് നമ്മളുടെ വെസ്ലി പറയാണ്, നീ ഫ്രീ അല്ലെങ്കിൽ വേണ്ട, ടയേർഡൊക്കെ ആണെങ്കിൽ വീട്ടിൽ റെസ്റ്റ് എടുത്തോ, പ്രശ്നമൊന്നുമില്ല, ഞാൻ മാനേജ് ചെയ്തോളാന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മളെ നായികയാണെങ്കിലോ ഇവനെന്തോ ഡേറ്റിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വിളിക്കുക വിചാരിച്ചിട്ട് ഞാൻ ഫ്രീ ആണ്, ഞാൻ വരാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് പറഞ്ഞപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ഓ ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്, എനിക്ക് നിന്നെ കൊണ്ട് ചെറിയൊരു പണി എടുപ്പിക്കാനുണ്ടായിരുന്നു. വെസ്ലിക്ക് ഇവളെ ഡേറ്റിനൊന്നും കൊണ്ടുപോകാനല്ലായിരുന്നു, എന്തോ ഒരു പണിയുണ്ട് ചെയ്യിപ്പിക്കാൻ. അതിന് ഇവൻ എന്തൊക്കെയോ സ്വീറ്റ് ടോക്ക് ചെയ്തു. പണി എന്നുള്ള വാക്ക് കേട്ടപ്പോഴാണ് നമ്മളുടെ നായിക 7ാം ആകാശത്ത് നിന്ന് താഴോട്ട് ഇറങ്ങിയത്. പണിയോ? എന്ത് പണി? ഒരു ഡേറ്റിനൊക്കെ പോവാന്ന് പ്രതീക്ഷിച്ചിട്ട് യെസ് പറഞ്ഞ നായിക ആകെ ഊമ്പിപ്പോയി. ചെറിയൊരു പണി, ആ ടിം ഇന്ന് വർക്കിനൊന്നും വന്നിട്ടില്ല, അപ്പൊ കുറേ ഫയൽസ് ഇനിയും പെൻഡിങ്ങാ, എനിക്ക് ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, നീ പറ്റുകയാണെങ്കിൽ ഒന്ന് വന്നിട്ട് എന്നെ സഹായിക്ക്. നിനക്ക് വേറെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ വേണ്ട കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് സഹായം ചോദിച്ചേ ഉള്ളൂ. ഇല്ല അതൊക്കെ ഓക്കെയാണ്, എനിക്ക് എന്തായാലും വേറെ പണിയൊന്നുമില്ല, ഞാൻ എന്തായാലും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വരാം. ഓ താങ്ക് യുടാ, ഞാൻ ഇത് ഫുള്ള് ഒറ്റയ്ക്ക് എങ്ങനെ തീർക്കാന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു. വെസ്ലിക്ക് എന്തായാലും ലോട്ടറി അടിച്ചു, ഉള്ള പണിയൊക്കെ നമ്മളുടെ നായികനെ കൊണ്ട് ചെയ്യിപ്പിക്കാലോ. ഞാനിത് എന്ത് കരുതിയിട്ടാ, വെസ്ലിയെ പോലെ ഒരാൾക്ക് എന്നെ നോക്കാന്ന് പറഞ്ഞാൽ തന്നെ അത്ഭുതമാണ്. സഹായിക്കാന്ന് പറഞ്ഞ് പോയും ചെയ്തു, ഇനിയിപ്പോ ഇത് തീർത്തു കൊടുക്കാന്നല്ലാതെ എന്ത് ചെയ്യാനാ? ഇതൊക്കെയാണ് നമ്മള് നായകന്റെ മനസ്സിൽ കൂടെ ആ നേരത്ത് പോയത്. ഞാൻ എന്താ ഈ ചെയ്തത്, വേണ്ടാത്തോടത്തൊക്കെ പോയി തലയിട്ടു, ഇനി ഇന്നാണെങ്കിൽ ആ ഓവർ ടൈം ഒക്കെ ഞാൻ എടുത്ത് കൊടുക്കണ്ടേ? ഇതൊക്കെയാണ് നമ്മളുടെ നായിക പിന്നെ കോഫി വാങ്ങാൻ പോയപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. അവൾക്ക് തന്നെ അവളോട് എന്തോ ഒരു സഹതാപം തോന്നുന്നു. കോഫി വാങ്ങി തിരിഞ്ഞതും നമ്മളുടെ നായിക പോയിട്ട് പടക്കോന്ന് ഏതോ ഒരു മലന്റെ മേലെ പോയി തട്ടി. എന്താ അവിടെ നടക്കുന്നേ? ബോധമൊന്ന് വന്നപ്പോ അവളൊന്ന് നോക്കി മുന്നോട്ട്. കണ്ണ് തുറന്നതും അവള് കണ്ടത് ഭയങ്കര ഹാൻസം ആയിട്ടുള്ള ഒരു മനുഷ്യൻ.
എന്താ അയാളെ ബോഡി, അയാളെ ഫേസ്. ഈ ഒരു മൊമെന്റിൽ കയ്യിലുണ്ടായിരുന്ന കോഫിയൊക്കെ നേരെ തെറിച്ചിട്ട് അവളെ ഷർട്ടിലാവുന്നുണ്ട്. ആ മൊമെന്റിന്റെ ഇമ്പാക്റ്റിൽ പതിയെ അവളൊന്ന് ബാക്കോട്ട് വീഴാൻ പോകുന്നുണ്ട്. ആ ടൈമിൽ ഈ സ്ട്രേഞ്ചർ വന്നിട്ട് അവളുടെ വേസ്റ്റിലൊക്കെ പിടിച്ചിട്ട് അവളെ നേരെ നിർത്തുന്നുണ്ട്. നമ്മൾ ഈ മൂവിയിലൊക്കെ കാണുന്ന ടിപ്പിക്കൽ റൊമാൻറ്റിക് സീൻ. രണ്ടുപേരും കണ്ണോട് കണ്ണ് നോക്കി നിൽക്കുക, നായികയുടെ മുഖം ബ്ലഷ് ആവുക. പക്ഷെ ഈ മൊമെന്റ് കുറെ നേരമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ സ്ട്രേഞ്ചർ എനിക്ക് ഒരു സ്ഥലം വരെ പോവാനുണ്ട്, എന്തായാലും നീ ടേക്ക് കെയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോവാണ്. നമ്മൾ നായികയാണെങ്കിലോ ആരായിരിക്കും അയാൾ ഇതിൻ്റെ മുമ്പ് എന്തായാലും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ ഇത്രയും ഹാൻസം ആയിട്ടുള്ള ഒരാളെ കാണുന്നതെന്നൊക്കെ പറയാണ്. പക്ഷെ ഇയാളാണെങ്കിലോ നമ്മൾ വിചാരിച്ച മാതിരി ഒരു ടിപ്പിക്കൽ നായകൻ ലവ് സ്റ്റോറി മെറ്റീരിയൽ ഒന്നും അല്ല. ഇയാൾ ഏതോ ഇടവഴിയിലേക്ക് നടന്നു പോവുകയാണ്. ഇയാൾ ആ ഇടവഴിയിൽ എത്തിയിട്ട് ആരെയോ വിളിച്ചിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, എല്ലാ പ്ലാനും അതേപോലെ നടക്കും, അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇയാളെ കയ്യിലുള്ള നമ്മളുടെ നായികയുടെ ID കാർഡ് കാണുന്നത്. സീന് പിന്നെ നമ്മളുടെ നായികയുടെ അടുത്തേക്ക് തന്നെ പോവാണ്. നായികക്ക് തിരിച്ച് ഓഫീസിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിൽക്കാണ്. ആ ടൈമിലാണ് നമ്മൾ രാവിലെ കണ്ട സെക്യൂരിറ്റിനോട് പിന്നെയും സംസാരിക്കുന്നത്. ഇന്ന് എന്താ വീട്ടിൽ പോയില്ലേ, ഓവർ ടൈം എടുക്കാണോ എന്ന് അയാൾ നായികയോട് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഇന്ന് പോവാൻ പറ്റില്ല, ഞാനാണെങ്കിൽ അറിയാതെ ഒരു തലവേദന തലയിൽ എടുത്ത് വെച്ചും ചെയ്തു. ഇത് പറഞ്ഞ് നായികയുടെ ID കാർഡ് തപ്പാണ്. അപ്പോഴാണ് തൻ്റെ ID കാർഡ് കാണാതായ കാര്യം അവൾ മനസ്സിലാക്കുന്നത്. സാരല്ല, തന്നെ എനിക്ക് അറിയുന്നതല്ലേ, നീ കയറി പോയിക്കോ, ID കാർഡ് ഇല്ലെങ്കിലും പ്രശ്നമാക്കൊന്നും വേണ്ട, അവിടെ എവിടെയെങ്കിലും കളഞ്ഞിട്ടുണ്ടാവും, നോക്കിയാൽ മതി. ഓ താങ്ക് യു ചേട്ടാ, ഞാൻ അങ്ങനെ ഒന്നും എവിടെയും കളയാറില്ല, ഇന്ന് ഞാൻ അവിടെ എങ്ങാനും മറന്നു വെച്ചിട്ടുണ്ടോ അറിയില്ല. എന്നാലും ഞാൻ എൻ്റെ ID കാർഡ് എവിടെ ആയിരിക്കും കളഞ്ഞിട്ടുണ്ടാവുക, സാധാരണ എൻ്റെ അടുത്ത് നിന്ന് ഒന്നും പോവാറില്ല, ഞാൻ എല്ലാതും ഭയങ്കര സൂക്ഷിച്ചാ ചെയ്യല്. ലിഫ്റ്റിലൊക്കെ കയറി പോകുമ്പോൾ ഇത് മാത്രമായിരുന്നു അവളുടെ ചിന്ത. മനസ്സിലിങ്ങനെ കുറേ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അവളുടെ വർക്ക് തുടങ്ങി. പെട്ടെന്നാണ് അവൾ ടേബിളിൽ ആ സാധനം ശ്രദ്ധിച്ചത്. ആഡംസിന്റെ ഫയൽ. ആഡംസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പടുകൂറ്റൻ കമ്പനിയുടെ ഉടമസ്ഥനാണ്. കൊറിയ എന്നുള്ള രാജ്യത്തിന്റെ 10-മുക്കാൽ ഭാഗവും ഇയാളുടെ അണ്ടറിലായിരിക്കും. ഇയാളാണെങ്കിലോ ഞങ്ങളുടെ കമ്പനിയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്ലയന്റുമാണ്. വെസ്ലി എങ്ങാനും മറന്നു വെച്ചതാവും ഇതിവിടെ. എന്തായാലും ഇതിനി വെസ്ലിന്റെ റൂമിൽ തന്നെ കൊണ്ടുവെക്കാം, ഇനി ഇത് കാരണം എനിക്കൊരു പ്രശ്നം ഉണ്ടാവും. പെട്ടെന്ന് എന്തോ സൗണ്ട് കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. എന്താ ഇവിടെ നടക്കുന്നേ, വല്ല കൊള്ളയും നടക്കുന്നുണ്ടോ? ജെയിംസ്! അവൾ ആ സെക്യൂരിറ്റി ഗാർഡിന്റെ പേര് ആർത്ത് വിളിച്ചു. പക്ഷെ തിരിഞ്ഞു നോക്കിയപ്പം ഇങ്ങും ഇരുട്ട് മാത്രം, ഒരാളുടെ ശബ്ദം പോലും അവിടെ കേൾക്കാനുണ്ടായിരുന്നില്ല. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നേരെ അവിടെ ചെന്നിട്ട് നോക്കണം, എന്താ ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കണം. അവൾ ആ ഫയൽ അവിടെ വെച്ചിട്ട് ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഒറ്റ ഓട്ടം. അവിടെ എത്തിയപ്പോ കണ്ട കാഴ്ച അവൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയുണ്ടായിരുന്നില്ല. ജെയിംസ് ഇത് അവിടെ ചോരയിൽ കുളിച്ച് കിടക്കുന്നു. മരിച്ച് ജീവനില്ലാതെ കിടക്കുന്ന ജെയിംസിനെയാണ് അവൾ കാണുന്നത്. ബോഡിന്റെ അടുത്താണെങ്കിലോ ഇന്ന് കോഫി ഷോപ്പിന്റെ അടുത്തുനിന്ന് കണ്ട ഹാൻസം ചെറുക്കൻ. അപ്പോൾ ഗൈസ്, ഇന്ന് അത്രേ ഉള്ളൂ. ഇനി ഇതിന്റെ ബാക്കി കാണാൻ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടും കേട്ടോ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ.